ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ ആന്റണിയുടെ ഭാവിയുടെ കാര്യത്തിൽ ഒരു അൺസർട്ടനിറ്റി ഇപ്പോഴും തുടരുകയാണ്. നമുക്കറിയാം, അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരമാണ്. കഴിഞ്ഞ സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ സ്പാനിഷ് ക്ലബ്ബായ റയൽ ബെറ്റിസിന് വേണ്ടിയാണ് ഇദ്ദേഹം കളിച്ചത്. മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് അവിടെ സാധിക്കുകയും ചെയ്തു. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് മടങ്ങിയെത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോവാനാണ് ആന്റണിക്ക് താല്പര്യം എന്നുള്ളത് നേരത്തെ വ്യക്തമായി കഴിഞ്ഞ ഒരു കാര്യമാണ്. ഏതായാലും ആന്റണിയെയും ബയർ ലെവർക്യൂസനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു റൂമർ പുറത്തേക്ക് വന്നിരുന്നു. കാരണം മുൻപ് ആന്റണിയെ പരിശീലിപ്പിച്ച എറിക് ടെൻഹാഗ് ആണ് ഇപ്പോൾ ബയർ ലെവർക്യൂസന്റെ പുതിയ പരിശീലകൻ. അതുകൊണ്ട് തന്നെ ടെൻഹാഗ് അദ്ദേഹത്തെ സ്വന്തമാക്കിയേക്കും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. അതിനോട് ടെൻഹാഗ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ബയർ ലെവർക്യൂസൻ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് ടെൻഹാഗ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആന്റണി തനിക്ക് ഒരു മകനെ പോലെയാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഗ്രേറ്റ് ക്വാളിറ്റിയുള്ള ഒരു താരമാണ് ആന്റണി. ഞാൻ 2 തവണ അദ്ദേഹത്തെ സൈൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അദ്ദേഹം ഒരു മകനെ പോലെയാണ്. ഇപ്പോഴും അദ്ദേഹം എനിക്ക് ഒരു മകനെ പോലെ തന്നെയാണ്. പക്ഷെ നിലവിൽ ഞങ്ങൾ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് വ്യക്തമല്ല. ഇതാണ് ഇപ്പോൾ എറിക് ടെൻഹാഗ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബയർ ലെവർക്യൂസൻ ഈ സമ്മറിൽ ആന്റണിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. റയൽ ബെറ്റിസിന് ഈ താരത്തെ നിലനിർത്താനാണ് താല്പര്യം. പക്ഷേ ലോൺ അടിസ്ഥാനത്തിൽ നിലനിർത്താനാണ് താല്പര്യം. അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇദ്ദേഹത്തെ പെർമനന്റ് ആയിക്കൊണ്ട് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 50 മില്യൺ പൗണ്ടാണ് ഈ താരത്തിന്റെ വിലയായിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ തുക നൽകാൻ ബാക്കിയുള്ള ക്ലബ്ബുകൾ തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.